തക്കാളി കൊണ്ട് ഇത്രയും രുചിയിലൊരു കിഡിലൻ ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നെടുകെ കീറിയിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 8-10 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വശം ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒരു തൊലിയെല്ലാം നമുക്കിതിൽ നിന്ന് അടർത്തി മാറ്റണം കേട്ടോ. അപ്പോൾ ഈ ഒരു തൊലിയുള്ള ഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് കത്തി ഉപയോഗിച്ചിട്ടോ അതിലേക്ക് കൈ ഉപയോഗിച്ചിട്ടോ ഈ ഒരു തൊലി ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടച്ചെടുക്കുക കേട്ടോ. ഈ ഒരു തക്കാളിയും വെളുത്തുള്ളിയൊക്കെ വെന്തിട്ടുണ്ടാവും. നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാവാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുമ്പ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ.